പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ആത്മീയമായ ജീവിതത്തിൽ ഞങ്ങൾ കൃപയിൽ വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കാര്യകാരണസഹിതം അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോ കർത്താവെ, ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ മക്കളെയും ആത്മീയതയില് ദൈവകൃപയില് നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിന്റെയും പരിഹാരം കർത്താവെ അങ്ങയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തികളാണ്. അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അങ്ങയുടെ കുരിശുമരണം സ്വന്തമാക്കി ഉദാശകൾ സ്വീകരിച്ച് ഇവിടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായി ജീവിച്ചതിന്റെ അനന്തരഫലമായി കടന്നു വന്ന ജഡത്തിന്റെ പാപത്തിന്റെ ലോകാരൂപിയുടെ ശക്തികള് പിശാചിന് അവകാശവും അവസരവും കൊടുത്തിരിക്കുമ്പോ അതിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് കർത്താവെ, ഈ സമയത്ത് ഈ ദിവസങ്ങളില് അങ്ങയുടെ മക്കളെ അങ്ങയുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, വിടുവിക്കണം, ജീവൻ നൽകണം, കൃപയിൽ നിറയ്ക്കണം. എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച് ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ ഉദ്ധൃതമാക്കപ്പെട്ട സംരക്ഷണവും കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയുടെ രഹസ്യവും നിറച്ചു നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജഡമായി പോയ മനുഷ്യന്റെ അവസ്ഥ, ജഡിക പ്രകൃതി, അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്വാധീനങ്ങൾ, അതിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന മോചനം, ദൈവകൃപയിലൂടെ ദൈവിക ജീവന്റെ സമൃദ്ധിയിലൂടെ അവിടെ നൽകുന്ന ആ വലിയ രക്ഷ, ഇത് അർത്ഥം മനസ്സിലാക്കി ആത്മീയതയില് നമ്മൾ സ്വന്തമാക്കണം. ഇതിന്റെ ചൈതന്യം മക്കൾക്ക് പകർന്നു കൊടുക്കണം. മക്കളും അതനുസരിച്ച് ദൈവ കൃപയില് ദൈവിക ജീവനില് വളരാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ പഠനം, ജോലി, ബിസിനസ്, വിവാഹം, തടസ്സങ്ങൾ എല്ലാം മാറ്റി ദൈവം ഈ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും. ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എല്ലാ തലങ്ങളിലും ഉണ്ടാവും. ഇത് നമ്മൾ കാണുന്ന ഒരു വലിയൊരു മേഖല ഈ ജഡവുമായിട്ട് ബന്ധപ്പെട്ട മേഖല തന്നെയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 7-ാം അധ്യായത്തിന്റെ 19-20 വചനം, 7-ാം അധ്യായത്തില് 13 മുതൽ തിരുവചന ഭാഗത്തില് നിയമത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയാം. അവിടെ പറഞ്ഞ, ഞാൻ പാപത്തിന് അടിമയെ വിൽക്കപ്പെട്ട ജഡികനാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങി അതിന്റെ കാര്യങ്ങളും അവസ്ഥകളൊക്കെ പറഞ്ഞ് ഈ പൗലോസ് പറയാണ്, നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നന്മ ഇച്ഛിക്കുന്ന ഞാൻ തന്നെ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഞാൻ അല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിൽ വസിക്കുന്ന പാപം. അപ്പൊ എന്താണ് സംഭവം? നന്മ ഇച്ഛിക്കുന്ന എന്നിൽ തന്നെ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട് എന്നിൽ തന്നെ. അതാണ് ഉള്ളിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിന്റെ ശക്തി, ഒരു പാപത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അത് എവിടെ നിന്ന് വന്ന്? ജന്മപാപത്തിൽ നിന്ന് വന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വന്ന ഒരു ശക്തി, ജഡത്തിന്റെ ഒരു സ്വാധീന ശക്തി, ജഡത്തിന്റെ ഒരു അരൂപി അതെന്റെ ഉള്ളിലുണ്ട്. എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ കരുത്തുള്ള, എന്നെ കൊണ്ട് ഞാൻ നന്മ ഇച്ഛിച്ചിട്ടും എന്നെ കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്ന ഒരു സാധനം എന്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിൽ വസിക്കുന്ന ആ പാപത്തെ നിർവീര്യമാക്കണമെങ്കിൽ, ബഹിഷ്കരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവ കൃപയാൽ ദൈവിക ജീവനാൽ നിറയപ്പെടണം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയാ. ആരാണ് ജീവൻ? ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈശോയെ തന്നെ ഈശോ തരുക ജീവനായിട്ട്. ആ ഈശോ നമ്മിൽ നിറയുമ്പോ, ആ കൃപയ്ക്ക് മേൽ കൃപ അവനിൽ നിന്ന് നമ്മിൽ നിറയുമ്പോ, നമ്മിലുള്ള ഈ വസിക്കുന്ന പാപമുണ്ടല്ലോ, അത് പറിച്ചു മാറ്റപ്പെടും. അങ്ങനെ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില് കൃപയുടെ പ്രവൃത്തികൾ തുടങ്ങും. സ്വഭാവത്തില്, ശരീരത്തില്,
പഞ്ചേന്ദ്രിയങ്ങളില്, പഠനത്തില്, സംസാരത്തില്, അനുസരണത്തില്, പ്രവൃത്തിയില്, സ്വപ്നങ്ങളില്, ആസക്തികളില്, ഓരോ തീരുമാനങ്ങളിലും കൃപയുടേതായിട്ട് മാറും. കാരണം ഉള്ളി വസിക്കുന്ന പാപം ചെയ്യിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, എന്നിൽ വസിക്കുന്ന പാപം അത് മാറ്റപ്പെട്ടു. എങ്ങനെ? ദൈവകൃപയാൽ, ദൈവിക ജീവനാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്താല് മാറ്റപ്പെട്ടു. ഈ സംഭവിക്കും. നിങ്ങളോ ശരിക്കും ധ്യാനിച്ചു നോക്കി. പിന്നെ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. നാളെ നമ്മള് ദൈവത്തിന്റെ മക്കളെ കുറിച്ച് നമ്മൾ കാണും. മക്കളെ, നമുക്ക് വളരണം, നമുക്ക് ജീവിക്കണം, നമുക്ക് ശക്തി പ്രാപിക്കണം. നമ്മുടെ മക്കള്, ക്രൈസ്തവ കുടുംബങ്ങള്, നമ്മുടെ ജീവിതങ്ങള് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട്, ദൈവിക ശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട്, ദൈവത്തിന്റെ മക്കളെ പോലെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഉള്ളിൽ മറ്റൊരു സാധനത്തിനും വസിക്കാൻ പാടില്ല. അതുപോലെ ദൈവം നിറയപ്പെടണം, കൃപ നിറയപ്പെടണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഞങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ജഡമായി പോയ ഞങ്ങളുടെ അവസ്ഥകളും അതിലൂടെ കടന്നു വന്ന സ്വാധീനങ്ങളും ശക്തികളും ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും എന്തുമാത്രം നശിപ്പിച്ചിരിക്കുന്നു, തകർത്തിരിക്കുന്നു, ജഡികനാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു സ്ലിഹായിലൂടെ ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, നന്മയിച്ചിരിക്കുന്ന ഞങ്ങൾ തന്നെ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞങ്ങളല്ല, ഞങ്ങൾ വസിക്കുന്ന പാപമാണ്. യേശുവേ, പാപത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ട്, ജഡത്തിന്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ട്, ഞങ്ങളുടെ മക്കളുടെ മേലുണ്ട്. യേശുവേ, അതിന് മോചനം ലഭിക്കണമെങ്കിൽ അങ്ങ് തന്നെ ഞങ്ങളിലേക്ക് വരണം. ജീവന സമൃദ്ധി നൽകിക്കൊണ്ട് അങ്ങേ ഞങ്ങളെ സ്വന്തമാക്കണം. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. കർത്താവെ, കൂദാശകളിലൂടെ വീണ്ടും വീണ്ടും ആ കൃപയില്, ആ ജീവന്റെ സമൃദ്ധിയില് ഞങ്ങൾ അങ്ങ് നിറച്ചു വളർത്തുമ്പോ അത് സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനു പോലും പറ്റാത്ത വിധം ഉദാശ വിട്ട്, കുമ്പസാരം വിട്ട്, ശുദ്ധകുർബാന വിട്ട്, അങ്ങേ വിട്ട് ഞങ്ങൾ ജീവിക്കുമ്പോ കർത്താവെ, വീണ്ടും വീണ്ടും ജഡത്തിന്റെ ശക്തി, ജഡത്തിന്റെ ആധിപത്യം നശിപ്പിക്കുന്നു. അത് ഞങ്ങളെ പാപത്തിലേക്ക്, കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക്, ഒത്തിരിയേറെ ആത്മഹത്യ പ്രവണതയിലേക്ക്, സ്വയം നശീകരിക്കുന്ന പ്രവൃത്തികളിലേക്ക് ഞങ്ങളുടെ മക്കളെയൊക്കെ നയിച്ചിരിക്കുന്നു. പിശാചിന്റെ പിടിയില് ഞങ്ങളുടെ മക്കളെ അമർത്തിയിരിക്കുന്നു. സ്വയം നശിപ്പിക്കുന്ന മദ്യപാനം, ലഹരി, ഒത്തിരിയേറെ മയക്കുമരുന്ന്, വ്യഭിചാര പ്രവൃത്തികള്, മ്ലേച്ഛമായ ജഡിക പാപങ്ങള്, പബ്ബുകള്, ഹോം സ്റ്റേകള്, വഴിപിഴച്ച ജീവിതങ്ങള്, എല്ലാ മേഖലകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കല്ലാതെ, അങ്ങയുടെ കൃപയ്ക്കല്ലാതെ, അങ്ങയുടെ ചൈതന്യത്തിനല്ലാതെ, അങ്ങയുടെ ജീവനല്ലാതെ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. സോ ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജീവന്റെ സമൃദ്ധി, ആ കൃപ, ആ വലിയ ചൈതന്യം ഞങ്ങളുടെ മക്കളിൽ നിറച്ചുകൊണ്ട് ഈശോയെ അങ്ങ് തന്നെ കടന്നു വരണമേ, നിറയണമേ. ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോ കർത്താവ് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില് ജീവനായി, ചൈതന്യമായി, കൃപയായി, പ്രകാശമായി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ എല്ലാ അവസ്ഥകളും നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ വലിയ ആശീർവാദത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഏതവസ്ഥയിലുമാകട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങേക്കറിയാലോ, ജഡമായി പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകള്, സ്വഭാവങ്ങള്, അടിമത്തങ്ങള്, ദുശീലങ്ങള്, അവരുടെ സ്ട്രെസ്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ഒത്തിരി ടെൻഷൻസ്. കർത്താവേ, അങ്ങേക്കല്ലാതെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൃപയാൽ നിറച്ച്, ചൈതന്യത്താൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാവരെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മക്കളെ സമർപ്പിച്ച് ഈശ്വരാശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കളെ.
സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ അങ്ങയുടെ ചൈതന്യത്താലും സാന്നിധ്യത്താലും നിറച്ച് പാപത്തിന്റെ ശക്തികളെ, സ്വാധീനങ്ങളെ, സാന്നിധ്യങ്ങളെ ഞങ്ങളുടെ മക്കളിൽ നിന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ അങ്ങയാൽ സ്വതന്ത്രരാക്കണമേ. ജീവൻ നൽകണമേ, സമാധാനം നൽകണമേ.